പ്രസിഡന്റ്, ഇപ്പം ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് കൂടി നമുക്ക് ശ്രീ റെജി ലൂക്കോസ്, രാഹുൽ നിരപരാധിയാണ്, കേട്ടതെല്ലാം അവാസ്തവമാണ്. രാഹുൽ വേദി പങ്കിടുമെന്ന് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവാണ്. കെ സുധാകരനെ പോലെ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ പറയുമ്പോൾ പിന്നീട് സസ്പെൻഷൻ ചെയ്ത ഒരാളെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനയുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തിന് എടുത്തിരിക്കുന്ന നിലപാട് സുധാകരന്റെ മാത്രം അഭിപ്രായമാണോ, അതോ എല്ലാ നേതാക്കന്മാരും ഏകദേശം സമാനമായ ഒരു നിലപാടിലേക്ക് കടക്കുന്നു എന്ന് കരുതുന്നുണ്ടോ? സത്യത്തില് നമ്മള് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കെ സുധാകരൻ ഈ രാഹുലിനെ പിന്തുണയ്ക്കുന്നതിനെ വെട്ടിലാക്കുകയാണ് ചെയ്തത്. കാരണം ഇന്നലത്തെ ഓഡിയോ അദ്ദേഹത്തിന് കേട്ടോന്ന് ചോദിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞ താരത് കേട്ടിട്ടില്ലെന്നാ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതുപോലെ പൊതുസമൂഹം വെറുക്കുന്നതും ആ പാർട്ടിക്ക് ബാധ്യതയുമായ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടും അദ്ദേഹം നിരപരാധിയാണ് എന്ന് കെ സുധാകരൻ പറഞ്ഞത്, അതിന്റെ അർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെ വെട്ടിലാക്കുകയാണ്. അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന നേതാക്കന്മാരെ വെട്ടിലാക്കിയതാണ്. അതാണ് അതിന്റെ വസ്തുത. അല്ലെങ്കിൽ അദ്ദേഹം ഇന്നലത്തെ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഓഡിയോ സന്ദേശം കേട്ടതിന് ശേഷം പ്രതികരിച്ചെങ്കിൽ നമുക്ക് ന്യായമായിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അത് അദ്ദേഹത്തിന്റെ വാദഗതിയിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാകത്തില്ല. ഇതാണ് വസ്തുത എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് ഇന്നലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കമന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഇദ്ദേഹത്തിനെ ഒരു തരത്തിലും വേദികളിൽ അവതരിപ്പിക്കുകയോ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ചൊരു നിലപാടെടുത്തു. അത് കേട്ടിട്ടായിരിക്കണം കെ സി വേണുഗോപാൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന കെ സി വേണുഗോപാലാണെന്നാണ് പൊതുവെയുള്ള ഒരു വാർത്ത. അതുപോലെ തന്നെ ഷാഫി പറമ്പിലാണ് ഇദ്ദേഹത്തിന് മെന്റർ എന്നാണ് പറയുന്നത്. പക്ഷേ കെ സി വേണുഗോപാൽ ജനഹിതം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും തങ്ങളുടെ കൂടെ നിലനിൽപ്പ് അപകടത്തിലാവും. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു ഏറ്റവും കൂടുതൽ കേരളീയ പൊതുസമൂഹം വെറുക്കുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്താൽ ഇനി അത് ബുദ്ധിമുട്ടാവും എന്നുള്ള ബോധ്യത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ പാർട്ടി പണ്ടേ പുറത്താക്കിയതാണ്, പ്രാദേശിക നേതാക്കളാണ് ഈ തീരുമാനമെടുക്കേണ്ടത്, ഇദ്ദേഹത്തിനെ അവതരിപ്പിക്കുന്നത് വേണ്ടെന്നുള്ളവരും. അതിനകത്ത് വലിയൊരു മെസ്സേജ് ഉണ്ട്. അതായത് പ്രാദേശിക നേതാക്കൾ ഇയാളെ കൊണ്ടുപോകുന്നത് തെറ്റാണെന്നും ഇതിലെ രാഷ്ട്രീയ പൊതുധാരയിൽ ഇതേ ഒരു ബാധ്യതയാണെന്നുള്ള തിരിച്ചറിവാണ് കെ സി വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത് ഷാഫി പറമ്പിൽ ഒറ്റ വാചകത്തിൽ ഒതുക്കി. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഷാഫി പറമ്പിൽ ഇദ്ദേഹത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുകയും ഇദ്ദേഹത്തിന്റെ വിഷയം വന്നപ്പോൾ മാറി നിന്ന് മൗനം പാലിക്കുകയും ചെയ്ത ഷാഫി പറമ്പിൽ ഇന്നലെ പറഞ്ഞത് അത് പാർട്ടി വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ടെന്നാണ്. ആ വ്യക്തമായ നിലപാടെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നുള്ളതാണ്. ആ സസ്പെൻഷൻ എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്നും തൽക്കാലം മാറ്റി നിർത്തുക എന്നുള്ള അങ്ങനെ ഒരു വ്യക്തിയെ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ, പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ പോലുള്ളവർ ഇദ്ദേഹത്തിന് പിന്തുണ നൽകി ഇദ്ദേഹത്തിനെ പാലക്കാട് വീണ്ടും അവതരിപ്പിച്ച് ഒന്നോ രണ്ടോ നടിമാരുടെ കൂടെ ഒന്ന് റീൽസ് ഒക്കെ ഇട്ട് കേരളത്തിൽ മുഖ്യധാരയിലേക്ക് തിരിച്ചു വരാനുള്ള ആ ശ്രമത്തെ നിശ്ചയമായിട്ടും അത് നെഗറ്റീവ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവിലാണ് ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു കമന്റ് ഇട്ടത് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവരെല്ലാം പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജനങ്ങളോടൊപ്പം. ജനങ്ങളുടെ പിന്തുണ കിട്ടിയില്ല ഇവർക്കൊന്നും രാഷ്ട്രീയത്തിൽ ഒന്നും ആകാൻ പറ്റത്തില്ല. കാരണം ഏതെല്ലാം രീതിയിലും സ്ത്രീകളെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ വേദനയോടുകൂടി പ്രതികരിച്ച വേറൊരാളുണ്ട്. അത് കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയാണ്. ഡോക്ടർ ആശ എന്ന് പറഞ്ഞത് എന്താണ്? ഇയാളെ കാണുന്നത് തന്നെ ഇപ്പൊ സ്ത്രീകൾക്ക് ഭയമാണെന്നാണ് പറഞ്ഞത്. ആ ആശ ഏതാനും മണിക്കൂറുകളുടെ ഉള്ളിൽ തന്നെ അവർക്ക് ആ കമന്റ് അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നെങ്കിൽ അതൊരു ഉറച്ച നിലപാടാണ്. അതുപോലെ തന്നെ ഉമാ തോമസ്, പരിണിതപ്രജ്ഞയായ ഉമാ തോമസ് പറഞ്ഞത് എന്താണ്? ഇയാളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോലും പാടില്ല, അയാളെ രാജിവെപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഇതേ നിലപാട് തന്നെയാണ് ഷാനിമോൾ ഉസ്മാൻ എടുത്തത്. അതുപോലെ ബിന്ദു കൃഷ്ണൻ എടുത്ത ആ നിലപാട് തന്നെയാണ്. കെ രമ പോലും അതേ നിലപാടെടുത്തിട്ടും ഇയാളെ പിന്തുണയ്ക്കുന്നതിൽ എന്തോ ഒരു ദുരൂഹത ഇതിന് പിന്നിലുണ്ടെന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇയാൾ വന്ന പാതകൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇയാളൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് മാർഗത്തിൽ? അബിൻ വർക്കിനെ പോലെ സാമാന്യന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൽ വളരെ അംഗീകാരമുള്ള ഒരു ചെറുപ്പക്കാരനെ കൃത്രിമ മാർഗത്തിലൂടെ പരാജയപ്പെടുത്തി വീണ്ടും ഷാഫി പറമ്പിലിന്റെ അതിനിർബന്ധം കൊണ്ട് മാത്രം പാലക്കാട് കൊണ്ട് പ്ലേസ് ചെയ്തു അയാളെ വിജയിപ്പിച്ചെടുത്ത് അയാൾ നിയമസഭയിൽ പ്രവേശിച്ചതിന് ശേഷം അയാളുടെ ഭാഗത്തുണ്ടായ പ്രവർത്തനങ്ങൾക്ക് കേരളം ആർജിച്ചെടുത്തിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തിനെയും സ്ത്രീ പക്ഷപാതത്തിനെയും അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിൽ പ്രവർത്തിച്ച കൃത്യമായി ക്ലിയർ കട്ടായിട്ടുള്ള എവിഡൻസ് പുറത്തു വന്നപ്പോൾ ഇയാളെ സംരക്ഷിച്ചവർക്ക് ഇപ്പോൾ അപകടം മനസ്സിലായി. ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പതിയെ ഇയാളെ ഒഴിവാക്കും. ഇയാളിപ്പോ പാലക്കാടുമായി ഒരുപാട് ഗിമ്മിക്സ് കാണിക്കുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്, നടിമാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് റീൽസ് എടുക്കുന്നത്. ഇതൊക്കെ കേരളത്തിന്റെ അന്തസ്സിനെ ബലികഴിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത് അടുത്ത സമീപഭാവേനെ
ഇയാളെ പുറന്തള്ളുടെ ഗതികളിലേക്ക് കോൺഗ്രസ് എത്തുമെന്നാണ് ഞാൻ ഉറച്ചു. ശ്രീ റെജി ലൂക്കോസ്, ബി.ജെ.പി പറഞ്ഞു നിർത്തുന്നത് ഇതിനകത്ത് ഇരട്ടത്താപ്പ് കോൺഗ്രസ് മാത്രമല്ല കാണിക്കുന്നത്, അത് സർക്കാരും ഇടതുപക്ഷവും കൂടിയാണെന്നാണ്. ഇന്നലെ കെ മുരളീധരൻ പറയുന്നു, ഞങ്ങൾ എടുക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്, ഇനി എടുക്കേണ്ടത് സർക്കാരാണല്ലോ, സർക്കാർ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. സർക്കാർ സംരക്ഷിക്കുന്നു, അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ നിർബാധം തുടരുന്നത് എന്നൊരു ആരോപണം കൂടി ചില കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളിലില്ലേ? അത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ ഗതികേട് കൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പൊ ഈ മുരളീധരൻ ഈ വിഷയം ആദ്യം പുറത്തു വന്നപ്പോൾ ഇദ്ദേഹത്തിനെ തള്ളി പറഞ്ഞു. മൂന്നാം ദിവസം കൃത്യം 1, 2, മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു വന്ന്. മുരളീധരന്റെ വാക്കുകൾക്ക് എന്ത് സ്ഥായിയായ ഭാവമുള്ളത്. സ്വന്തം സഹോദരി തന്തയില്ല എന്ന് തന്തയ്ക്ക് പറക്കാത്തവളെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയതാവും പരസ്യമായിട്ട് പ്രതികരിക്കാത്ത രീതിയിലുള്ള മോശമായ വാക്കുകൾ അയാൾ ഉപയോഗിച്ചപ്പോൾ അയാളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരാളാണ് ഈ കെ മുരളീധരൻ. അപ്പൊ കെ മുരളീധരന്റെ വാക്കുകൾക്ക് സ്ഥായിയായ ഒരു ഭാവമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് ഇനി സർക്കാരാണ് നടപടി എടുക്കേണ്ടതെന്നുള്ളതാണ്. ഒരു ഗവൺമെന്റ് നടപടി എടുക്കണമെന്നുള്ള പിന്തുണ വേണം, അല്ല പരാതി വേണ്ടേ. ഇത് പരാതിപ്പെട്ട ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ അയാൾക്ക് അതിന് നടപടി സ്വീകരിക്കും. അത് തന്നെയല്ലേ ഇടതുപക്ഷ ഗവൺമെന്റിന് ഈ രാഹുൽ മാങ്കൂട്ട് എന്ന് പറയുന്ന ഇന്നലെ മുളച്ചു പൊന്തിയ ഒരു തകരയ്ക്ക് പിന്തുണ കൊടുക്കേണ്ട ഗതികേടുണ്ട്. അതൊക്കെ ഈ മുരളീധരനെ പോലുള്ളവരുടെ ചാബല്യ വാക്കുകളായിട്ട് നിസ്സാരമായിട്ട് തള്ളിക്കളണം, യാതൊന്നുമില്ല. അതേസമയം ഉറച്ച നിലപാടെടുത്ത് രാഷ്ട്രീയ കക്ഷി ഇപ്പൊ പാർട്ടി നേതാക്കന്മാരുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അന്തസ്സോടുകൂടി പ്രതികരിച്ച ഒറ്റ വ്യക്തി എന്ന് പറയുന്ന ആദ്യം മുതൽ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ പോലെ വളരെ സീനിയറായ ഒരു നേതാവിന്റെ നിലപാടുകളെ പോലും അംഗീകരിക്കാതെ ഇവരെ പോലെ ഉള്ളവർക്ക് ഇയാൾക്ക് പിന്തുണ കൊടുക്കുന്നത് എത്ര ലജ്ജാകരമാണ്. ആ തിരിച്ചറിവാണ് കെ.സി. വേണുഗോപാലിനെ കൊണ്ട് ഇന്നലെ ശക്തമായ രീതിയിലുള്ള മുന്നറിയിപ്പ് അയക്ക് കൊടുത്തത്. അതുപോലും പരിഗണിക്കാതെ കണ്ട് ഇത് സർക്കാരിന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുക എന്ന് പറയുന്നത് ഗതികേട് കൊണ്ടാണ്. മറ്റൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഉള്ള ഒരു ഗതികേട്. ഇയാൾ ആരാണെന്ന് നമ്മൾ ആലോചിച്ചു. ഇയാൾ എന്നാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്? അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിൽ വരാനും പ്രവർത്തിക്കാനും ഉള്ള എല്ലാ സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യത്തില്ല. ഈ മനുഷ്യന്റെ ഭാഗത്തുണ്ടായ വാക്കുകൾ അറിയാമല്ലോ. ഇന്നലെ അയാൾ പറഞ്ഞ ഒരു ഓക്കോട് വേടെന്താണ് ആ ഓഡിയോയിലൂടെ നമ്മൾ കേട്ടത്. നമുക്കൊക്കെ അത് ചിന്തിക്കാൻ പറ്റും. അയാളെ ഒക്കെ പിന്തുണയ്ച്ചുകൊണ്ട് ഇത് സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ മുരളീധരൻ സ്ഥിരതയില്ലാത്ത നേതാവ്, രാവിലെയും വൈകിട്ടും ഒപ്പം മാറ്റി പറയുന്ന കെ മുരളീധരന്റെ വാക്കുകൾക്ക് കേരളത്തിന് എന്റെ പൊതുസമൂഹം യാതൊരു വിലയും കൽപ്പിക്കത്തില്ല. ഈ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കാൻ തന്റെ ഇടം കെ മുരളീധരനെ പോലുള്ളവർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നന്ദി റെജി ലൂക്കോസ് പ്രതികരിച്ച രാഷ്ട്രീയ